ഹലോ മക്കളെ, ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാളെ 5ാം ക്ലാസ്സിൻ്റെ എക്സാമാണ്. ഇപ്പോൾ 5ാം ക്ലാസ്സുകാർക്ക് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് 5ാം ക്ലാസ്സുകാർക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം മിസ്സ് പറഞ്ഞുതരാം. അതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കുണ്ടാവുക 6 ഗതിവിധികളാണ് അല്ലേ, 6 ആക്ടിവിറ്റീസ്. ഈ 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ആദ്യത്തെ ഗതിവിധി നിർബന്ധമായിട്ടും ചെയ്യണം. അത് ഒരു പാരഗ്രാഫ് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ക്വാർട്ടർലി എക്സാമിനും ഹാഫ് ഇയർലി എക്സാമിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഏറ്റവും എളുപ്പത്തിൽ തെറ്റാതെ ചെയ്യാനൊരു എളുപ്പവഴി എന്താണ്? ആ ചോദ്യം വായിച്ച് നോക്കുക. ചോദ്യം വായിച്ച് നോക്കുമ്പോൾ അതേ സെൻറ്റൻസ് ആ പാരഗ്രാഫിനകത്ത് ഉണ്ടാവും. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് വരുന്ന ഭാഗത്താണ് നമ്മുടെ ഉത്തരം ഉണ്ടാവുക. അപ്പോൾ കഹാം, ക്യാ, കോൻ, കിത്തനെ, കേസെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വാക്കുകളുള്ളത്, ചോദ്യവാക്കുകളുള്ളത്. ഒക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ. അപ്പോൾ അതൊന്നും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ക്യാ, കോൻ, കിത്തനെ, കൈസെ ഇങ്ങനെയുള്ള കഹ ഇങ്ങനെയുള്ള വേർഡ്, പിന്നെന്താണ് കഹ കണ്ട് കബ് ഇങ്ങനെയുള്ള വേർഡുകൾ വരുന്നതാണ് ചോദ്യവാക്കുകൾ. ഓക്കെ, അത് നിർബന്ധമായിട്ടും ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ എഴുതേണ്ടത് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. മൊത്തം 5 പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഒഴിവാക്കാം, എഴുതണ്ട. അതിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ചെയ്യേണ്ട. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ വാർത്താലാപ്, അത് ഈ ചോദ്യപേപ്പറിലുണ്ട്. വാർത്താലാപക്കോ ആകെ ബഡായേ. ചോദ്യം വരുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 100-ലാണ്. ദോ സന്തരെ എന്നുള്ള ചാപ്റ്ററിൽ ആ ബാലുവിൻ്റെ അടുത്തുനിന്ന്, കരടീൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വരുന്ന 2 നാരങ്ങകളും കൂടി സംസാരിക്കുന്നതാണ് നമുക്ക് ഇവിടെ സംഭാഷണമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നുള്ളത് ആശയ് വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ എന്നാണ്. ആശയ് വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. നമുക്കിപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ, ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ 2 കവിതകൾ പഠിക്കാനുണ്ട്. ഹവ ഓർ ധൂൾ എന്നുള്ള കവിതയുണ്ട്. ശ്യാം സുശീൽ സിംഹ എഴുതിയ ഹവ ഓർ ധൂൾ എന്നുള്ള കവിതയുണ്ട്. ത്രിലോക് സിംഗ് ടക്കുറേല എഴുതിയ പാനി എന്നുള്ള കവിതയുണ്ട്. അപ്പോൾ ഈ 2 വരിയിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കണേ, പേജ് നമ്പർ 90-ലാണ് ഉള്ളത്. പേജ് നമ്പർ 90, പിന്നെ പേജ് നമ്പർ 90-ലുള്ളത് ഉചിത് ജോഡെ ചുൻകർ ലിഖേ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റിയാണ്. അതായത് സഹി മിലാൻ കരയും എന്നും ചോദിക്കാം. ഈ കവിതയിൽ നിന്ന് തന്നെയാണ് ആ ഭാഗം വരിക കേട്ടോ. അതായത് കവിതയുടെ വരികൾ നിങ്ങൾക്ക് ക്രമം തെറ്റിച്ച് തന്നിട്ട് നിങ്ങളോടത് ശരിയാക്കി എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മുകളിൽ ഒരു ബോക്സിൽ കവിത ഉണ്ടാവും, അതിൽ നോക്കി ചെയ്യാനുള്ളൂ, എളുപ്പമാണത്. പിന്നെ ഉള്ളത് സമാൻ ആശയ് വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതാഭാഗത്ത് സമാന ആശയം വരുന്ന, ഒരേ ആശയം വരുന്ന വരികൾ നിങ്ങളോട് എഴുതാൻ പറയും. അതും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ആ വരിയിൽ, ആ തന്നിരിക്കുന്ന ആശയത്തിൻ്റെ വരിയിലെ ഏതെങ്കിലും വാക്കുകൾ കവിതയിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് 5ാം ക്ലാസ്സുകാർക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയല്ല നമ്മൾ ശരിക്കും അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ വർഷം പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ഓണപരീക്ഷയും അതേപോലെ തന്നെ സെക്കൻഡ് ടൈം ക്രിസ്മസിനും നിങ്ങൾക്ക് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. എന്നാലും ഈ ആനുവൽ എക്സാം നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചിത്ര കെ സ്ഥാൻ പർ ഉചിത് ശബ്ദ് ജോഡേം ഓർ വാക്യ ലിഖേം എന്നാണ്. ചിത്ര കെ സ്ഥാൻ പർ ഉചിത് ശബ്ദ് ജോഡേം ഓർ വാക്യ ലിഖേം. ചിത്രം തന്നിട്ടുണ്ടാവും, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. അതിൽ ചില പദങ്ങൾക്ക് പകരം അവിടെ ചിത്രങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഹിന്ദി വാക്കുകൾ നമ്മളവിടെ എഴുതണം. അപ്പോൾ നിങ്ങൾ ABCD എന്ന് പറഞ്ഞിട്ട് 5 ചിത്രങ്ങളുണ്ടാവും. 5 ചിത്രങ്ങളുടെ പേര് നിങ്ങളവിടെ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് അതിൻ്റെ ഹിന്ദി വാക്കുകൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ബുക്ക്, വീട്, ടീ, പിന്നെ നമ്മുടെ പപ്പി, ബോൾ, അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ടല്ലോ. പിന്നെ അതുകൂടാതെ ആൺകുട്ടി, പെൺകുട്ടി, കരടി, അങ്ങനെയുള്ള കുളം, അങ്ങനെ കുറേ വാക്കുകളുണ്ടല്ലോ.
അതിൻ്റെയൊക്കെ ഹിന്ദി പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് സമാനാർത്ഥ ശബ്ദം പറഞ്ഞാൽ അതും കവിതയിൽ നിന്ന് തന്നെയാണ് ചോദിക്കുക. ജൽ എന്ന പദത്തിൻ്റെ സമാന പദം പാനി എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. പേജ് നമ്പർ 122. പേജ് നമ്പർ 122 എല്ലാവരും ഒന്ന് നോക്കണേ. പേജ് നമ്പർ 122 പാനി ജൽ, സാഗർ സമുദ്ര, നബ് ആകാശ് അല്ലെങ്കിൽ ആസ്മാൻ ആകാശം, ബാദൽ ഗഡ അല്ലെങ്കിൽ മേഘം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ കവിതയ്ക്കകത്ത് വരുന്നുണ്ട്. മിസ് ഇപ്പോൾ പറഞ്ഞത് ആദ്യത്തെ 4 വരിയിലെ സമാന പദങ്ങളാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ആ 122 പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമാന പദങ്ങൾ ചോദിക്കുക. അതിൽ ഭൂമി എന്താണ്, ഭൂമിക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരുന്ന വേർഡ് വസുധ അല്ലേ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെയുള്ള അടുത്ത ആക്ടിവിറ്റി അതിൽ തന്നെ ഈ 5-ാമത്തേൽ തന്നെ വരുന്ന അടുത്ത ആക്ടിവിറ്റി പോസ്റ്റർ തയ്യാറാക്കാനാണ്. പാനി എന്നുള്ള ചാപ്റ്റർ കവിത നമ്മൾ പഠിച്ചതുകൊണ്ട് അത് വെള്ളത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ലൊരു പോസ്റ്റർ വരയ്ക്കുക. പോസ്റ്റർ വരയ്ക്കുമ്പം അതിൻ്റെ ആശയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പാനി അമൂല്യ ഹേന്നോ, പാനി ജീവൻ കാ ആധാർന്നോ, അല്ലെങ്കിൽ പാനി ഹേ തോ കൽ ഹേ, പാനി ഹേ തോ ജീവൻ ഹേ, ഇങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജുള്ള ഒരു മെസ്സേജ് അതിനകത്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മെസ്സേജാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പോസ്റ്ററിനകത്ത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് സ്യൂട്ടായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു വെക്കാം. ഇപ്പോൾ ഒരു മേഘത്തിൻ്റെ ചിത്രമോ മഴ പെയ്യുന്ന ചിത്രം അല്ലേ. അപ്പോൾ പാനി അമൂല്യ എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു തുള്ളി കുറച്ച് വലുതാക്കി വരയ്ക്കാം. അത് നിങ്ങൾക്ക് ക്രയോൺ ഉപയോഗിച്ചിട്ട് നീല കളറൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ വരച്ചിട്ട് കളറൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് പോസ്റ്ററിന് 4 മാർക്കും കിട്ടും. ഓക്കെ. പിന്നെയുള്ള ഒരു ആക്ടിവിറ്റി ചിത്ര കെ ആധാർ പർ വാക്യോം കോ ക്രം സേ ലിഖേ. ഒന്നുകൂടെ പറയാം. ചിത്ര കെ ആധാർ പർ വാക്യോം കോ ക്രം സേ ലിഖേ. ചിത്രത്തിനെ അടിസ്ഥാനമാക്കി വാക്യങ്ങളെ ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ അവിടെ 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. 5 ചിത്രത്തിനും അതിൻ്റെ താഴെ എഴുതാനുള്ള സെൻറ്റൻസുകൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ ആശയം മനസ്സിലാക്കിയിട്ട് ഓരോ ചിത്രത്തിനും താഴെയും അതിൻ്റെ വാക്യങ്ങൾ എഴുതണം. 1, 2, 3, 4, 5 എന്നുള്ള ക്രമത്തിൽ നമ്പർ ഇട്ടിട്ട് വേണം അത് എഴുതാൻ. അങ്ങനെ എഴുതുമ്പോഴുള്ളൊരു പ്രശ്നം, നമുക്ക് വായിക്കാനും അറിയണം, അർത്ഥവും അറിയണം. വായിക്കാൻ അറിഞ്ഞാൽ മാത്രം അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വാക്കുകളുടെയും അർത്ഥങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അത് പറഞ്ഞു പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ 5ാം ക്ലാസ്സുകാരുടെ, അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളിലെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് അറിയേണ്ട വാക്കുകൾ പൂച്ചക്കുട്ടി, മരം, കരടി, പെൺകുട്ടി, വീട്, കൊളക്കോഴി, കുളം, പിന്നെ താഴെ, മുകളിൽ, അരികെ, തീരത്ത്, പുറത്ത്, ഇങ്ങനെയുള്ള പദങ്ങളുടെ ഒക്കെ അർത്ഥം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ മിസ്സ് അതൊന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. പൂച്ചക്കുട്ടി ബിലൗട്ട, മരം പേട്, കരടി ബാലു, പെൺകുട്ടി ലടുക്കി, വീട് ഗർ, കുളക്കോഴി ജൽമുർഗി, കുളം താലാബ്, പിന്നെ കരയിൽ അല്ലെങ്കിൽ തീരത്ത്. ഇപ്പോൾ താലാബ് കെ കിനാരെ എന്ന് പറഞ്ഞാൽ കുളത്തിൻ്റെ കരയിൽ, നദി കെ കിനാരെ പറഞ്ഞാൽ നദിയുടെ തീരത്ത്. ഓക്കെ. പിന്നെ സാഗർ കെ കിനാരെ, നദി കെ കിനാരെ, താലാബ് കെ കിനാരെ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെ തീരത്ത്. ഓക്കെ. അടുത്തത് മുകളിൽ ഊപ്പർ, താഴെ നീച്ചെ, അരികെ. ഇപ്പോൾ വീടിന് അരികെ അല്ലെങ്കിൽ വീടിന് സമീപത്ത്. കെ സാംനെ, ഗർ കെ സാംനെ, വീടിന് അരികത്ത്. ഇപ്പോൾ പേട് കെ നീച്ചെ, മരത്തിൻ്റെ താഴെ. പേട് കെ ഊപ്പർ, മരത്തിന് മുകളിൽ. പിന്നെ ഗർ കെ ബാഹർ, വീടിന് പുറത്ത്. ഇപ്പോൾ ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്. ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങൾ നിങ്ങൾ പഠിച്ച് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ. അങ്ങനെ ആയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക്
ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ആക്ടിവിറ്റി ഇതിൽ നിന്ന് ഒഴിവാക്കാം. ആകെ 5 ചെയ്താൽ മതി. അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, ഒന്നാമത്തെ ആക്ടിവിറ്റി ഒഴിവാക്കാൻ പാടില്ല, അത് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എക്സാം നല്ല ഈസി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഇനി 6ാം ക്ലാസ് മുതൽ മിസ്സ് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിൻ്റെയും കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റീസും അതിലെ വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇനി നമുക്ക് പുസ്തകം ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന മുറയ്ക്ക് മിസ്സ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അതേപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ ബൈ.